ഹായ് എവരിവൺ. പരിസര ബോധം എന്നാൽ എന്ത് എന്ന് ജാസ്മിൻ ജാഫറിന് നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. നോക്കൂ, ഇന്നലെ ജാസ്മിൻ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ട് ജാസ്മിൻ്റെ കോലം കണ്ട് തുപ്പാനാണ് തോന്നിയത്. മിനിമം ഒരു 10 ദിവസമെങ്കിലും അവൾ കുളിച്ചിട്ട് ആ ഒരു ഫേസും അവളുടെ ബോഡിയും വെള്ളം കണ്ടിട്ട് ഒരു 10 ദിവസം ഉറപ്പായിട്ടും ആയി എന്നാണ് നമുക്ക് ആ ഒരു കോലം കാണുമ്പോൾ തോന്നുന്നത്. എൻ്റെ പൊന്നു ജാസ്മിനെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്. ആർക്ക് വേണമെങ്കിലും ഒരു മാസമല്ല ഒരു വർഷം വേണമെങ്കിലും കുളിക്കാതിരിക്കാം. അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല. ഈ ഇന്ത്യ രാജ്യത്തിൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്ന അവകാശം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് കരുതി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ശരിയാണോ ജാസ്മിനെ? ഒരു ഇത്തിരിയെങ്കിലും പരിസര ബോധം എന്ന് പറയുന്ന ഒരു ബോധം നമുക്ക് വേണ്ടേ ജാസ്മിനെ? ഞാനൊരു വീഡിയോ ക്ലിപ്പ് സൈഡിൽ വെച്ച് തരാം. നിങ്ങൾ കൃത്യമായിട്ട് ജാസ്മിൻ്റെ കോലം ഒന്ന് കാണണം. ഓക്കെ, അതിനുശേഷം ഒന്നൊന്നായി നമുക്ക് ജാസ്മിന് റീപ്ലൈ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയും ആ ഒരു ബോഡി എത്ര ദിവസമായി വെള്ളം കണ്ടിട്ടെന്ന് നിങ്ങൾക്ക് അവളുടെ ബോഡി കാണുമ്പോൾ ഒന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് ഉറക്കം എണിച്ചിട്ടേ ഉള്ളൂ. അതാണ് ഈ കോലം. ഇന്നലെ ഞങ്ങൾ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ ഇന്നലെ ആനന്ദും ആൽവിനും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ കുറെ നേരം തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് യൂനോയൊക്കെ കളിച്ച് കുറെ നേരം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 3-3:30 ആയപ്പോഴാണ് നമ്മൾ ഉറങ്ങിയത്. ഇതിപ്പോ ജാസ്മിനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അത് നിർബന്ധമായ എന്തെങ്കിലും ഒരു കാര്യമാണോ? ഒന്ന് കുളിച്ചൂടെടി. ഒന്ന് കുളിച്ചിട്ട് ആ മുഖത്തുള്ള പാടൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് പോരെ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ? അത് നമ്മുടെ നാട്ടിൽ ഡാമാറിന്റെ പണിക്ക് വരുന്ന ചില ബംഗാളികളില്ലേ, അവരുടെ രൂപമായി ഇപ്പോൾ ജാസ്മിൻ്റെത്. ഒരു 10 ദിവസമെങ്കിലും ഉറപ്പാണ് കുളിക്കാണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന മഹാ പ്ലാറ്റ്ഫോമിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയിലടക്കം കുളിക്കാതെ ജാസ്മിന് ഇപ്പോൾ നാട്ടിലാണ്, ആരും കാണാനില്ല. കുളിക്കോ? നേരത്തെ ഇറങ്ങിയാലും എനിക്ക് നേരത്തെ സമയമൊക്കെ ചെയ്താ പറഞ്ഞു കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ. സോ ഇപ്പൊ ഒരു സമയം 2 മണി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താന്ന് വെച്ചാല്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്യാൻ പോവാണ്. കുക്കിംഗ് വ്ളോഗ് എന്ത് പണ്ടാരത്തിന്റെ വ്ളോഗ് വേണമെങ്കിൽ ചെയ്തു. ഇത്തിരി മുഖത്തിലേക്ക് ഇത്തിരി വെള്ളം ആദ്യം ഇട്ടൂടെ? കുളിക്കണ്ട, നല്ല കാര്യമാണ്. നീ കുളിക്കേ വേണ്ട. മുഖത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് ഒരു മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോരെ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ. അതായത് കിടന്നുറങ്ങുമ്പോൾ വ്ളോഗ് കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുമ്പോൾ വ്ളോഗ്. സത്യം പറഞ്ഞാൽ ദ പ്രിൻസ് ആൻഡ് ഫാമിലി നിങ്ങൾ കണ്ടവരാണല്ലോ, ദിലീപിൻ്റെ. അതിൽ നായകി എങ്ങനെയാണോ അതാണ് റിയൽ ലൈഫിൽ ജാസ്മിൻ ജാഫറിൻ്റെ നിലവിലെ അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് കുളിക്കാൻ പോലും സമയമില്ല, ഒന്ന് മുഖം കഴുകാൻ പോലും സമയമില്ല. വ്ളോഗ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. കുറേ നാളായിട്ട് ആൾക്കാരോട് പറയുന്നതാണ് കുക്കിംഗ് വ്ളോഗ് ചെയ്യോ എന്ന്. ഞാൻ അങ്ങനെ ഒരു അടിപൊളി കുക്കൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിലെ ചാനലിനകത്ത് ഞാൻ ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പം കുറെ പേര് എനിക്ക് ഇങ്ങനെ മോട്ടിവേഷൻ തന്നു. കുക്കിംഗ് വീഡിയോ ഇട്ട് നല്ലതായിരിക്കും, നല്ല രസത്തിലൊക്കെ കാണാനൊക്കെ ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ. ഓഹോഹോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനെ കാണാനുള്ള ഭംഗി വേറെ ഒന്നുമില്ല. ഓക്കെ, നിന്റെ ഈ കോലത്തിനുള്ള ഭംഗി. ജാസ്മിൻ ജാഫറിനെ ഞാൻ മുമ്പ് ഫുഡിന്റെ വ്ളോഗൊക്കെ ഇടുന്ന ഒരാളായിരുന്നു ജാസ്മിൻ ജാഫർ. അപ്പോൾ നല്ല വൃത്തിയിൽ കുളിച്ചിട്ടാണ് ജാസ്മിൻ ജാഫർ ഇടുന്നത്. ഈ കോലത്തിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഓർഗോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ കഴിക്കുന്ന പോയിട്ട് അടുപ്പിക്കൂല. ഈ കോലത്തിൽ ജാസ്മിൻ ഫുഡായി കഴിച്ചാൽ ചിന്തിക്കാനേ പറ്റുന്നില്ല. അവരുടെ കോലം നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. അപ്പം ഞാൻ ഒരു വർഷമായി കുക്കൊക്കെ ചെയ്തിട്ട്, ഞാൻ ബിബിയിൽ വെച്ച് ലാസ്റ്റ് ചെയ്തതാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഉമ്മാരൊക്കെ വരാൻ നേരത്ത് ഇന്നലെ ഉമ്മാർക്ക് ഫുഡ് കുക്ക് ചെയ്ത് ഞാൻ രാത്രി കൊടുത്തു. അപ്പൊ ഉമ്മാരൊക്കെ ഹാപ്പി, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്ന ആള് കൊള്ളാം എന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഓക്കെ രസമുണ്ട് കേട്ടോ, കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് പിന്നെയും കുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവും. ജാസ്മിന്റെ ഫുഡ് കൊള്ളാന്ന് പറഞ്ഞല്ലോ ജാസ്മിന്റെ ഫ്രണ്ട് ആരോ. അപ്പൊ പിന്നെയും കുക്ക് ചെയ്ത് കൊടുക്കാൻ ജാസ്മിന്റെ മൂഡായി എന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്ത് വിചാരിച്ചിട്ട് ഇവളൊക്കെ ആക്കിയ ഫുഡ് കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ജാസ്മിനെ, നീ എത്ര സമയം വേണമെങ്കിലും കുളിക്കാതിരുന്നോ, പ്രശ്നമല്ല. അത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും അവകാശമില്ല. ഞാൻ അങ്ങനെ ചോദ്യം ചെയ്തു എന്ന് നിനക്ക് തോന്നിയാൽ ഞാൻ അതിന് സോറി അടക്കം ചോദിക്കുന്നു. ഓക്കെ, അതായത് ഒരു ഇത്തിരിയെങ്കിലും പരിസര ബോധം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്ത്യ രാജ്യത്ത് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സൊസൈറ്റി നിയമം, നമ്മുടെ സൊസൈറ്റിക്കൊരു നിയമമുണ്ടല്ലോ. എന്തില്ലെങ്കിലും 2 ദിവസത്തിലൊരിക്കൽ കുളിക്കണം, ഒരു 3 ദിവസത്തിലൊരിക്കലെങ്കിലും പല്ല് തേക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മാന്യമായ രീതിയിൽ ജീവിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഇത് കുളിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഇട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് എന്ത് മെസ്സേജാണ് നിന്റെ വീഡിയോ കാണുന്നവർക്ക് എന്ത് മെസ്സേജാണ് ഇതിൽ നീ കൊടുക്കുന്നത്?
അവരും നാളുകളിൽ ഇങ്ങനെ കുളിക്കാണ്ട് 10 ദിവസം കഴിഞ്ഞ് കുളിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയാൽ എന്താവും? ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. സോ നമ്മളിന്ന് ഉച്ചയ്ക്ക് രാവിലെ ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ആൽവിന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും, സോസേജും മുറ്റയും ബ്രെഡൊക്കെ കൊടുക്കുന്നു. പക്ഷെ രാവിലെ ആരും എണ്ണിക്കാത്തതുകൊണ്ട് ആൽവിൻ ഇന്ന് പട്ടിണി വല്ല മാഗിയൊക്കെ ഉണ്ടാക്കി തിന്നുമായിരിക്കും. ഇടയ്ക്കെന്തോ ആയല്ലോ രാവിലെ ഞങ്ങൾ അങ്ങനത്തെ വേറെന്തോ സൗണ്ടായി, നിങ്ങൾ കേട്ടോ? വേണമെങ്കിൽ ഒന്നും കൂടി കേട്ടു നോക്കൂ നിങ്ങൾ. ഓക്കെ, അതായത് ഞാനൊന്നും പറയുന്നില്ല, എന്ത് മണ്ണാങ്കട്ട വ്ളോഗ് വേണമെങ്കിലും ഇട്ടോ, നല്ല കാര്യമാണ്. നിന്റെ ചാനലുണ്ട്, നീ ഒരു വ്ളോഗറാണ്, വ്ളോഗ് ഇടും, സാധാരണയാണ്. ഒന്ന് വെള്ളം മുഖത്തേക്ക് ഒഴിച്ചൂടെ എന്നാണ് എൻ്റെ ഒരൊറ്റ ചോദ്യം ജാസ്മിനെ. ഓക്കെ, ആദ്യം ടാപ്പ് തിരികെ കുറച്ച് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫേസിലേക്ക് ഫേസ് വാഷും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം വന്നിട്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോരെ ഈ വ്ളോഗ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ ഒന്നുമല്ല, കണ്ടിട്ട് അറപ്പ് തോന്നിയത് കൊണ്ടാണ്. ഇത് നിന്നെ കണ്ടത് കൊണ്ട് എനിക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ എൻ്റെ ഫുഡ് എൻ്റെ ഇവിടെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഈ കോലം കണ്ടിട്ട്. നിങ്ങൾ എന്നെ നോക്ക്, എന്തൊരു അവസ്ഥയാണ്, എന്തൊരു കോലമാണ് ഇവളത്. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഉച്ചക്കലത്ത് വേണ്ടിയിട്ടുള്ള, ഉച്ചയെന്ന് പറഞ്ഞാൽ 2 മണിയായി എന്നാലും പറയുമ്പോ ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കാം. സോ ഒന്ന് ഈ കോലം മാറ്റിയിട്ട് ബാക്കി കഥകൾ ഞാൻ പറയാം. ഞാനൊന്ന് പോയി പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. അവന്മാരെയൊക്കെ ഒന്ന് വിളിച്ചു, അവന്മാരൊക്കെ എണ്ണിച്ചു ഓൾറെഡി. നല്ല കാര്യം, ജാസ്മിൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവണമെന്ന്. എൻ്റെ പൊന്നു ജാഫറിൻ്റെ പൊന്നു മോളെ, ഇതൊക്കെ ആദ്യം ചെയ്യേണ്ടതല്ലേ? പല്ല് തേക്കല്, മുഖം കഴുകല്, ഇതൊക്കെ ആദ്യം ചെയ്തിട്ടല്ലേ പിന്നെ വ്ളോഗ് ഇടേണ്ടത്. ജാഫറേക്ക ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ചിലപ്പോൾ ഞങ്ങൾക്കത് നാളെ കേസ് കൊടുത്താലുമായി ജാഫറൊക്കെ പോയി എൻ്റെ മോളെ എന്തൊക്കെയോ പറഞ്ഞു. പരിസര ബോധം എന്ന് പറയുന്ന സാധനം വേണം. എന്തിനാണ് ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത്? അതായത് ഈ വീഡിയോസ് കാണുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ്, ജാസ്മിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ് SSLC +2 പഠിക്കുന്ന ചെറിയ പിഞ്ചു പെൺകുട്ടികളാണ് ഈ വീഡിയോസ് കാണുന്നത്. ഇവളെ കണ്ട് നാളുകളിൽ കുളിക്കാതൊക്കെ ഇരുന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? ജാസ്മിൻ അത് ശീലമായി പോയി. നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇവളെ കണ്ട് കുളിക്കാണ്ട് അങ്ങനെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇതൊക്കെ എന്ത് മെസ്സേജാണ് ജാഫർക്ക നിങ്ങളിവിടെ മോള് കൊടുക്കുന്നത്? ഒരൊറ്റ കാര്യം പറയുകയാണ്, ജാസ്മിന് 1 മാസമെങ്കിലും കുളിക്കാതിരിക്കാൻ പ്രശ്നമല്ല, എന്തിന് സോഷ്യൽ മീഡിയയിൽ അതിനൊക്കെ കൊണ്ടുവന്ന് അറിയിക്കുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ആ ശരീരത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ച് തരാം, നിങ്ങൾ തന്നെ നോക്കൂ. എനിക്ക് കാണുമ്പോൾ മിനിമം ഒരു 10 ദിവസം അത് വെള്ളം കാണാനായി പ്രാർത്ഥിക്കുകയാണ് അവളുടെ ബോഡി. ഇവളുടെ ബോഡി വെള്ളം കാണാനായി പ്രാർത്ഥിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം എപ്പോൾ പെയ്യും അത്രമേൽ കത്തിരിക്കുകയാണ് ഇവളുടെ ബോഡി, ഒരിത്തിരിയെങ്കിലും വെള്ളം വീയാണ്ട്. ഇനിയെങ്കിലും കുളിച്ചൂടെ ജാസ്മിൻ? എൻ്റെ പൊന്നു ജാസ്മിനെ, മിനിമം 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നീ കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം നീ കാണിക്കണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറയുകയാണ്, ജാസ്മിനും ഗബ്രിയും. ആരാണ് ജാസ്മിനും ഗബ്രിയും? ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഇരുന്ന് കാണുന്ന ഒരു ഷോ ആയിരുന്നു. 1 മുതൽ 5 മുതൽ 6ാമത്തെ ഷോ മുതൽ അത് 18+ ആയി മാറി. അത് മാറിയെന്ന് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ, അതായത് അങ്ങനെ കാണേണ്ടി വരും. 6ാമത്തെ ഷോ നമ്മളൊക്കെ പേടിച്ചാണ് കണ്ടത്, ചെറിയ കുട്ടികളൊക്കെ അടുപ്പിക്കാതെ. എന്ത് കെട്ടിപ്പിടുത്തം, ഉമ്മ വെക്കൽ, എന്തൊക്കെയാണ്? അതായത് സാധാരണക്കാർക്ക് കാണുന്ന ബിഗ് ബോസ് 18+ ആക്കി മാറ്റിയ ജാസ്മിനും ഗബ്രിയും അല്ല നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.